നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. 7 കലണ്ടർ വർഷങ്ങളിലായി 10,000-ൽ-അധികം റൺസ് എടുക്കുന്ന ആദ്യ താരമായി മാറിയിരിക്കുകയാണ് ഇന്ത്യൻ താരം വിരാട് കോഹ്ലി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ടെസ്റ്റ് മത്സരത്തിൽ നേടിയ 76 റൺസാണ് ചരിത്ര നേട്ടത്തിന് സഹായകരമായത്. അതേസമയം മത്സരത്തിൽ ഇന്ത്യ ഇന്നിംഗ്സിനും 32 റൺസിന് പരാജയപ്പെട്ടു. 2012-ൽ 2186, 2014-ൽ 2286, പിന്നീട് 2016 മുതൽ 2019 വരെയുള്ള വർഷങ്ങളിലായി 2818-ഉം 2735-ഉം 2455 എന്നിങ്ങനെയാണ് കോഹ്ലി നേരത്തെ 2000-ൽ-അധികം റൺസ് അടിച്ചെടുത്ത കലണ്ടർ വർഷങ്ങൾ. 1887-ൽ അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളി തുടങ്ങിയത് മുതൽ മറ്റൊരു കളിക്കാരനും ഈ നേട്ടം കൈവരിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. 163 റൺസ് ലീഡ് വഴങ്ങി രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യക്ക് ബോർഡിൽ ചേർക്കാൻ സാധിച്ചത് വെറും 131 റൺസ് മാത്രം. ഒന്നാം ഇന്നിംഗ്സിൽ ദക്ഷിണാഫ്രിക്ക 408 റൺസിന് പുറത്തായി. ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സിൽ 245-ൽ അവസാനിച്ചപ്പോഴാണ് അവർ ഒന്നാം ഇന്നിംഗ്സ് തുടങ്ങിയത്. രണ്ടാം ഇന്നിംഗ്സിൽ ക്രീസിൽ ഉറച്ചുനിന്ന് പൊരുതാൻ വിരാട് കോഹ്ലി ഒഴികെ ഒരാളും ആർജവം കാണിച്ചില്ല. 76 റൺസ് എടുത്ത കോഹ്ലി 12 4-ഉം 1 6-ഉം പറത്തി. കോഹ്ലി കൂടി പൊരുതിയിലായിരുന്നുവെങ്കിൽ ഇന്ത്യ 100 റൺസ് പോലും കടക്കില്ലായിരുന്നു. വെറും 3 ദിവസം കൊണ്ട് ഇന്ത്യ ഇന്നിംഗ്സ് തോൽവിയുടെ വലിയ നാണക്കേടാണ് നേരിട്ടത്. 10ാം വിക്കറ്റിനായി മടങ്ങിയത് കോഹ്ലി തന്നെ. കോഹ്ലിക്ക് പുറമെ 26 റൺസ് എടുത്ത ശുഭ്മാൻ ഗിൽ മാത്രമാണ് പിടിച്ചു നിന്നത്. മറ്റൊരാളും 2 അക്കം കടന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. രോഹിത് ശർമ്മ, യശസ്വി ജയ്സ്വാൾ, ശ്രേയസ് അയ്യർ, KL രാഹുൽ, R അശ്വിൻ, ഷർദാർ ഠാക്കൂർ, ജസ്പ്രീത് ബുംറ എന്നിവരെല്ലാം അതിവേഗം തന്നെ മടങ്ങി. ദക്ഷിണാഫ്രിക്കയ്ക്കായി നാന്ദ്രെ ബർഗൽ 4 വിക്കറ്റുകൾ നേടി. മാർക്കോ ജാൻസൺ 3 വിക്കറ്റുകൾ സ്വന്തമാക്കി. കക്സോ റബാണ്ട 2 വിക്കറ്റുകൾ എടുത്തു. ബുംറ റൺഔട്ടായി മടങ്ങി. നാന്ദ്രെ ബർഗർ ടെസ്റ്റ് അരങ്ങേറ്റം അവിസ്മരണീയമാക്കി. ഒന്നാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് എടുത്ത താരം ആകെ 7 വിക്കറ്റുകൾ നേടി. ക്രിക്കറ്റിലെ മഹാരഥന്മാരായ സച്ചിൻ തെണ്ടുൽക്കറിനും ബ്രയൻ ലാരയ്ക്കുമൊന്നും സാധിക്കാതെ പോയ റെക്കോർഡാണ് വിരാട് കോഹ്ലി സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നത്. 2000-ൽ കൂടുതൽ റൺസ് നേടുന്ന ആദ്യ അന്താരാഷ്ട്ര ക്രിക്കറ്റ് താരമായി വിരാട് കോഹ്ലി മാറി. ക്രിക്കറ്റ് എന്ന കായിക ഇനത്തിന്റെ 146 വർഷ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു റെക്കോർഡ് പിറക്കുന്നത്, അതും ഒരു ഇന്ത്യക്കാരന്റെ പേരിൽ. ഇതിനു മുൻപ് ശ്രീലങ്കയ്ക്കെതിരായ ഏകദിനത്തിൽ ഒരു കലണ്ടർ വർഷത്തിൽ കൂടുതൽ തവണ 1000 റൺസ് എടുത്ത താരമെന്ന റെക്കോർഡും കോഹ്ലി സ്വന്തമാക്കിയിരുന്നു. അതുവരെ ഉണ്ടായിരുന്ന റെക്കോർഡുകൾ പ്രകാരം സച്ചിൻ 7 തവണ 1000 റൺസ് മറികടന്നിട്ടുള്ളതിനാൽ ശ്രീലങ്കയ്ക്കെതിരായ ഏകദിനത്തിൽ ഏറ്റവും അധികം സെഞ്ചുറി നേടിയ താരങ്ങളുടെ പട്ടികയിൽ കോഹ്ലി 2ാം സ്ഥാനത്തായിരുന്നു. ഇതായപ്പോൾ സച്ചിനെ പോലും കടത്തിവെട്ടി കോഹ്ലി 1ാം സ്ഥാനം സ്വന്തമാക്കി. ലോക ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനിൽ ഒരാളായ കോഹ്ലിയെ മറികടക്കാൻ ഇനി നിലവിൽ ആരുമില്ല എന്നതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം.